എല്ലാവർക്കും നമസ്കാരം. വാസന മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് താരാദേവിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി വീണ്ടും ഉപാസന മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴ സ്ഥിതി അനുസരിച്ച് താരാദേവിയെ ഭജിക്കുന്ന സമ്പ്രദായമുണ്ട്. അപ്പം തരണം ചെയ്യിക്കുന്നവൾ, ക്ലേശങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവളാണ് താര. സൃഷ്ടിസ്ഥിതി സംഹാരരൂപിണിയാണ് താരാദേവി. സാത്വികവും രാജസവും താമസവുമായ രൂപഭാവങ്ങൾ ഈ ദേവതയ്ക്കുണ്ട്. ലഗ്നം 4, 5, 9 എന്നിവയാണ് ജാതകത്തിലെ സാത്വിക ഭാവങ്ങൾ എങ്കിൽ, വ്യാഴം ഈ ഭാവങ്ങളിലാണ് സ്ഥിതിയെങ്കിൽ സൃഷ്ടികാരിണിയായ സാത്വിക രൂപിണിയായ താരാദേവിയെ വേണം ജാതകർ ഉപാസിക്കാൻ അഥവാ ഭജിക്കാൻ. വ്യാഴം 2, 7, 10, 11 ഈ ഭാവം രാജസഭാവങ്ങളാണ്. സ്ഥിതികാരിണിയും രാജസരൂപിണിയുമായ താരാദേവിയെ വേണം ഇങ്ങനെയുള്ള ജാതകർ ഭജിക്കാനായിട്ട്. വ്യാഴം 3, 6, 8, 12 ആണെങ്കിൽ സംഹാരകാരിണിയായും താമസരൂപിണിയുമായ താരാദേവിയെ വേണം ജാതകർ ഉപാസിക്കാൻ അഥവാ ഭജിക്കാൻ. അപ്പം നമ്മുടെ ഗ്രഹനിലയിൽ വ്യാഴം ലഗ്നാൽ എത്രയിലാണോ നിൽക്കുന്നത്, ഞാനീ പറഞ്ഞ 3 കാര്യങ്ങളും വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ നിശ്ചയിക്കണം. നമ്മൾ ഏത് താരാദേവിയെ വേണം ഭജിക്കാൻ. പിന്നെ താരാദേവിയെ ഭജിക്കുന്നതാണ് വ്യാഴ ബലം കിട്ടാനും വ്യാഴത്തിൻ്റെ നമുക്ക് ഗുണം കിട്ടാനും ആയിട്ടുള്ളത്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ അടുത്ത വ്യാഴവും അടുത്ത ഗ്രഹങ്ങളെ പറ്റിയും തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.